ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ ശ്രീമന്നാരായണീയത്തിലെ ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ ആദ്യത്തെ 6-ാം അധ്യായം കൊണ്ട് വിവരിക്കുന്ന ഋഷഭ ദേവതാവതാര ചരിത്രം ഈ ദശകത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 1. ഋഷഭ ദേവതാവതാരം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് അഗ്നിധ്രരാജാദുദിതോ ഹിനാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. പദം പിരിക്കാം. പ്രിയവ്രതസ്യ പ്രിയപുത്ര ഭൂതാത് ആഗ്നീധ്ര രാജാത് ഉദിതഃ ഹി നാഭിഃ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടി മധ്യേ തവ ഏവ തുഷ്ട്യൈ കൃതയജ്ഞ കർമ്മ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീധ്രരാജാത് ഉദിതഃ നാഭി ഹി. പ്രിയവ്രതസ്യ പ്രിയവ്രതൻ്റെ പ്രിയപുത്രഭൂതാത് ആഗ്നീധ്രരാജാത് ആഗ്നീധ്രൻ എന്ന രാജാവിൽ നിന്നും ഉദിതഃ നാഭിഹി ഹി ജനിച്ച നാഭിയാകട്ടെ തവ ഏവ തുഷ്ട്യ കൃതയജ്ഞ കർമ്മ. തവ ഏവ നിൻ തിരുവടിയെ തന്നെ തുഷ്ട്യ കൃതയജ്ഞ കർമ്മ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി യാഗകർമ്മം അനുഷ്ഠിച്ച് ഇഷ്ടിമധ്യേ ഇഷ്ടതം ത്വാം ദൃഷ്ടവാൻ ഇഷ്ടിമധ്യേ യാഗത്തിനിടയിൽ ഇഷ്ടതം അഭിഷ്ടം നൽകുന്ന ത്വാം ദൃഷ്ടവാൻ നിൻ തിരുവടിയെ ദർശിച്ചു. സ്വയംഭൂമനുവിൻ്റെ ജ്യേഷ്ഠപുത്രനായ പ്രിയവ്രതന് ബഹിഷ്മതി എന്ന ഭാര്യയിലുണ്ടായ 10 പുത്രന്മാരിൽ ജ്യേഷ്ഠനായ ആഗ്നീധ്ര രാജാവിൻ്റെ പുത്രനായ നാഭി നിന്തിരുവടിയെ പ്രസാദിപ്പിക്കുന്നതിനായി ചെയ്ത യാഗത്തിൻ്റെ മധ്യത്തിൽ വരപ്രധാനനായ നിന്തിരുവടിയെ പ്രത്യക്ഷനായി കണ്ടു. മനുഷ്യ സമുദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വയംഭൂമനുവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് ഉത്താനപാദൻ, രണ്ടാമത്തത് പ്രിയവ്രതൻ. ധ്രുവൻ്റെ അച്ഛനായ ഉത്താനപാദനെ പറ്റി നമ്മൾ കേട്ടു. പ്രിയവ്രതൻ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. ബ്രഹ്മാവ് പ്രിയവ്രതനോട് പറഞ്ഞു, ഈശ്വര ഇച്ഛ അലംഘനീയമാണ്, ലംഘിക്കുവാൻ പറ്റാത്തതാണ്. മുൻജന്മത്തിൽ നീ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീർക്കാതെ നിനക്ക് രക്ഷയില്ല. നീ ഇഷ്ടപ്പെടാത്തതും വെറുക്കുന്നതുമായ കാര്യങ്ങൾ സ്വയം അനുഭവിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അവ നിന്നെ കൈവിട്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് നീ ആദ്യം ഗൃഹസ്ഥാശ്രമിയാവുക, എന്നിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടെ രാജ്യം ഭരിച്ച് ജനങ്ങളെ സേവിക്കുക. ഈ മാർഗത്തിൽ പോയാൽ മാത്രമേ നിനക്ക് വിഷ്ണുപദം പ്രാപിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. മംഗളം ഭവതു എന്ന് ഉപദേശിച്ചു. അങ്ങനെ വിശ്വകർമാവിൻ്റെ മകൾ ബഹിഷ്മതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി. ഊർജസ്വതി എന്നൊരു പുത്രിയും ജനിച്ചു. മൂത്ത പുത്രനാണ് ആഗ്നീധ്രൻ. ആഗ്നീധ്രൻ്റെ പുത്രനാണ് നാഭി. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് അഗ്നിധ്രരാജാദുദിതോ ഹിനാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. ശ്ലോകം 2. യജമാനനായ നാഭിയല്ല, യാഗത്തിൽ വന്നു ചേർന്ന ഋഷിമാരാണ് പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർത്ഥ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ
തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. പദം പിരിക്കാം. അഭിഷ്ടുതഃ തത്ര മുനീശ്വരൈഃ ത്വം രാജ്ഞഃ സ്വതുല്യം സുതം അർത്ഥ്യമാനഃ സ്വയം ജനിഷ്യെ അഹം ഇതി ബ്രുവാണഃ സ്ഥിരോദധാഃ ബർഹിഷി വിശ്വമൂർത്തേ. വിശ്വമൂർത്തേ സർവസ്വരൂപ തത്ര മുനീശ്വരൈഃ അഭിഷ്ടുതഃ. യാഗമധ്യത്തിൽ മുനിശ്രേഷ്ഠരാൽ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ടവനും രാജ്ഞഃ സ്വതുല്യം സുതം അർത്ഥ്യമാനഃ ത്വം. നാഭിക്ക് നിന്തിരുവടിക്ക് തുല്യനായ പുത്രനെ പ്രാർത്ഥിക്കപ്പെട്ടവനും ആയ അവിടുന്ന് അഹം സ്വയം ജനിഷ്യെ ഇതി ബ്രുവാണഃ ബർഹിഷി തിരോദധാഃ. ഞാൻ തന്നെ അവതരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ മറഞ്ഞു. അല്ലയോ വിശ്വരൂപ, അവിടെ മുനിശ്രേഷ്ഠന്മാരാ സ്തുതിക്കപ്പെട്ട നിന്തിരുവടിയോട് ഭഗവാന് തുല്യനായ ഒരു പുത്രനെ പ്രാർത്ഥിച്ച രാജാവിന് ഞാൻ തന്നെ പുത്രനായി ജനിച്ചേക്കാം എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തിട്ട് ഭഗവാൻ അവിടെ യാഗാഗ്നിയിൽ മറഞ്ഞു. അഗ്നീധ്രൻ്റെ സീമന്തപുത്രനാണ് നാഭിരാജാവ്. രാജാവിൻ്റെ ഭാര്യയുടെ പേര് മേരുദേവി. ഇവർക്ക് സന്താനമില്ലാത്തതിനാൽ രാജാവും കുടുംബവും പ്രജകളുമല്ലാതെ ദുഃഖത്തിലായി പ്രാർത്ഥനാ വഴിപാടുകൾ നടത്തി പിന്നീട് മേരുദേവിയോട് കൂടി വ്രതമെടുത്ത് ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരപ്രദേശത്ത് ചെന്ന് വിപുലമായ വിധിപ്രകാരം യജ്ഞം, പൂജ, ആഹൂതി, അർച്ചന ചെയ്ത് സമാപനത്തിൽ മഹർഷി വെളിപ്പെടുത്തി ഭഗവാൻ ശ്രീഹരി തന്നെ മഹാരാജാവിൻ്റെ പുത്രനായി ധർമ്മ സംരക്ഷണാർത്ഥം ജനിക്കുമെന്നും ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചു എന്നും പറഞ്ഞു. യഥാകാലം മേരുദേവിക്ക് ഒരു ആൺകുട്ടിയും ജനിച്ചു. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞഃ സ്വതുല്യം സുതമർത്ഥ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. ശ്ലോകം 3 ഋഷഭാവതാരം വർണ്ണിക്കുന്നു. നാഭിപ്രിയായാമധമേരുദേവ്യാം ത്വമംശദോ ഭൂർഹൃഷഭാഭിധാന അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദ. പദം പിരിക്കാം. നാഭി പ്രിയായാം അധ മേരുദേവ്യാം ത്വം അംശദഃ അഭൂഹു ഋഷഭാഭിധാനഃ ആലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിത അശേഷ ജനപ്രമോദഃ. അധ ത്വം നാഭിപ്രിയായാം മേരുദേവ്യാം. അധ അനന്തരം ത്വം നിന്തിരുവടി നാഭിപ്രിയായാം നാഭിയുടെ പത്നിയായ മേരുദേവ്യാം മേരുദേവിയിൽ അംശദഃ അംശാവതാരമായി ഋഷഭാഭിധാനഃ ഋഷഭൻ എന്ന പേരിൽ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജനപ്രമോദഃ ലോകസാധാരണങ്ങളല്ലാത്ത ഗുണങ്ങളാലും അമാനുഷങ്ങളായ ഗുണങ്ങളാലും പ്രഭാവത്താലും എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഉളവാക്കുന്നവനായിട്ട് ജനിച്ചു. പിന്നീട് നാഭി എന്ന രാജാവിൻ്റെ ഭാര്യയായ മേരുദേവിയിൽ നിന്തിരുവടി ഋഷഭൻ എന്ന പേരോടുകൂടി അവതരിച്ച് തൻ്റെ അമാനുഷങ്ങളായ ഗുണങ്ങളെക്കൊണ്ടും മാഹാത്മ്യങ്ങളെക്കൊണ്ടും സകല ജനങ്ങൾക്കും സന്തോഷ സമൃദ്ധിയെ ജനിപ്പിച്ചു. യഥാകാലം മേരുദേവിക്കും നാഭിരാജാവിനും ഒരു ആൺകുട്ടി ജനിച്ചു. പുരോഹിതന്മാരും ദൈവജ്ഞന്മാരും ആ കുട്ടിയിൽ ഭഗവാന്റെ സകല ലക്ഷണങ്ങളും കണ്ടു.
ആ കുട്ടി ശ്രീഹരിയുടെ അംശമാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. മഹത്വത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞു കാണുകയാൽ പുരോഹിതന്മാർ കുഞ്ഞിന് ഋഷഭൻ എന്ന പേരും നൽകി. വിദ്യയിലും വീര്യത്തിലും മാത്രമല്ല, ലൗകിക കാര്യങ്ങളിലും എല്ലാ വിജ്ഞാന സമ്പാദനത്തിലും ഋഷഭൻ വളർന്നു വന്നു. അതുകൊണ്ട് രാജാവിനും പത്നിക്കും എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും ഉണ്ടായി. നാഭിപ്രിയായാമധമേരുദേവ്യാം ത്വമംശദോ ഭൂർഹൃഷഭാഭിധാന അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദ. ശ്ലോകം 4. ഋഷഭൻ യുവാവായതിനു ശേഷമുള്ള നാഭി രാജാവിൻ്റെ ചരിത്രം വിവരിക്കുന്നു. ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യാം തപോവനം പ്രാപ്യ ഭവത്നിഷേവി ഗതഃ കിലാനന്ദപദം പദം തേ. പദം പിരിക്കാം. ത്വയി ത്രിലോകി ഭൃതി രാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യ തപോവനം പ്രാപ്യ ഭവത് നിഷേവി ഗതഃ കില ആനന്ദപദം പദം തേ. നാഭിഃ ത്രിലോകീഭൃതി ത്വയി രാജ്യഭാരം നിധായ. നാഭീരാജൻ ലോകത്രയം ഭരിക്കുന്ന നിന്തിരുവടിയിൽ രാജ്യഭാരം അർപ്പിച്ച് മേരുദേവ്യാ സഹ തപോവനം പ്രാപ്യ. മേരുദേവിയോടുകൂടി തപോവനത്തിൽ ചെന്ന് ഭവന്നിഷേവി ആനന്ദപദം തേ പദം ഗതഃ കില. ഭവന്നിഷേവി നിന്തിരുവടിയെ തന്നെ നല്ലവണ്ണം സേവിച്ച് ആനന്ദപദം പരമാനന്ദസ്ഥാനമായ തേ പദം ഗതഃ കില നിന്തിരുവടിയുടെ പദത്തെ പ്രാപിച്ചുവല്ലോ. നാഭീരാജാവിനും പത്നിക്കും വാനപ്രസ്ഥത്തിനുള്ള കാലമായതോടെ ഒരു ശുഭമുഹൂർത്തത്തിൽ പുത്രനായ ഋഷഭനെ യഥാവധി രാജ്യം ഏൽപ്പിച്ച് രാജാവും രാജ്ഞിയും സന്യസിച്ച് വാനപ്രസ്ഥത്തിന് പോയി. അവസാനം നിന്തിരുവടിയെ സ്മരിച്ചുകൊണ്ട് ആനന്ദസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ത്രിലോകീഭൃത് എന്ന വിശേഷണം രാജ്യഭാരം ഋഷഭന് അനായാസമാണെന്ന് സൂചിപ്പിക്കുന്നു. ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യാം തപോവനം പ്രാപ്യ ഭവത്നിഷേവി ഗതഃ കിലാനന്ദപദം പദം തേ. ശ്ലോകം 5. ഇന്ദ്രന് പോലും അസൂയ തോന്നത്തക്കവണ്ണം ഉത്കൃഷ്ടമായിരുന്നു ഋഷഭന്റെ രാജ്യഭാരം എന്ന് കാണിക്കുന്നു. ഇന്ദ്രസ്ത്വദുൽകർഷകൃതാദമർഷാത് വവർഷനാസ്മിന്ന ജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യദധാസു വർഷം. പദം പിരിക്കാം. ഇന്ദ്രഃ ത്വദ് ഉത്കർഷ കൃതാദ് അമർഷാദ് വവർഷ ന അസ്മിൻ അജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷഃ ഏനദ് വ്യദധാഹ സുവർഷം. യഥാ ഇന്ദ്രഃ തദുത്കർഷകൃതാത് അമർഷാദ്. എപ്പോൾ ഇന്ദ്രൻ നിന്തിരുവടിയെ ഉത്കർഷം കൊണ്ടുണ്ടായ സ്പർദ്ധയാൽ അസ്മിൻ അജനാഭവർഷേ ന പവർഷ. ഈ അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല. തഥാ ത്വം ഏനൻ സ്വവർഷം. അപ്പോൾ ഋഷഭദേവനായി നിന്തിരുവടി ഈ അജനാഭം എന്ന സ്വന്തം ഭൂഖണ്ഡത്തെ
സയോഗശക്തിയാ സുവർഷം വ്യദതാഹ. തൻ്റെ യോഗബലം കൊണ്ട് ധാരാളം മഴയുള്ളതാക്കി തീർത്തു. ഇന്ദ്രൻ അക്കാലത്ത് നിന്തിരുവടിയുടെ ഉത്കർഷം കണ്ടുണ്ടായ അസൂയയാൽ അങ്ങ് വാണിരുന്ന അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല. അപ്പോൾ നിന്തിരുവടി തൻ്റെ യോഗബലം കൊണ്ട് നല്ലവണ്ണം മഴ പെയ്യിപ്പിച്ചു. ഈ രാജ്യത്ത് സുഭിക്ഷം ഉളവാക്കി. ഒരിക്കൽ ഇന്ദ്രൻ മഴയെ അധികമായി പൊഴിച്ചപ്പോൾ കൃഷ്ണൻ ഗോവർദ്ധനത്തെ പൊന്തിച്ച് ജനങ്ങളെ രക്ഷിച്ചു. ഇവിടെ ഇന്ദ്രൻ മഴ പെയ്യിക്കാതെ ഇരുന്നപ്പോൾ തൻ്റെ യോഗശക്തി കൊണ്ട് ഭഗവാൻ മഴയെ ഉണ്ടാക്കി. ഇന്ദ്രസ്ത്വദുൽകർഷകൃതാദമർഷാത് വവർഷനാസ്മിന്നജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യദധാസു വർഷം. ശ്ലോകം 6. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹൻ ആത്മരദാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. പദം പിരിക്കാം. ജീത ഇന്ദ്ര ദത്താം കമനീം ജയന്തീം അധ ഉദ്വഹൻ ആത്മരദാശയഃ അഭി അജീജനഃ തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശഃ ഭരതഃ അഗ്രജന്മാ. അധ ത്വം ആത്മരഥാശയഃ ബി. അനന്തരം നിന്തിരുവടി ബ്രഹ്മ നിമഗ്നഹൃദയനാണെങ്കിലും, അതായത് ആത്മധ്യാന നിരതനായിരുന്നുവെങ്കിലും, ജിതേന്ദ്രദത്താം കമനീം ജയന്തീം ഉദ്വഹൻ, ജയിക്കപ്പെട്ട ഇന്ദ്രൻ നൽകിയ സുന്ദരിയായ ജയന്തി എന്ന കന്യകയെ വിവാഹം ചെയ്തിട്ട് തത്ര ശതം തനൂജാൻ അജീജനഃ, ആ ജയന്തിയിൽ 100 പുത്രന്മാരെ ഉത്പാദിപ്പിച്ചു. യേഷാം ക്ഷിതീശഃ ഭരതഃ അഗ്രജന്മാ. യേഷാം ക്ഷിതീശഃ, യാതൊരു പുത്രന്മാരിൽ വെച്ച് ഭരതഃ അഗ്രജന്മാ, ഭരതനാണ് ജ്യേഷ്ഠനായിരുന്നത്. നിന്തിരുവടിയുടെ യോഗബലത്താൽ പരാജിതനായി അടിയുണങ്ങിയ ഇന്ദ്രൻ കാഴ്ചവെച്ച ജയന്തി എന്ന സുന്ദരിയെ വിവാഹം ചെയ്തിട്ട് നിന്തിരുവടി ആത്മധ്യാന നിരതനായിരുന്നുവെങ്കിലും അവളിൽ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അവരിൽ ജ്യേഷ്ഠനായ ഭരതൻ രാജാവായി. ഇന്ദ്രൻ്റെ ഒരു മകളായ ജയന്തിയെയാണ് ഋഷഭൻ കല്യാണം കഴിച്ചത്. അവളിൽ അദ്ദേഹത്തിന് 100 പുത്രന്മാർ ജനിച്ചു. സത്യവും ധർമ്മവും പരിപാലിക്കുന്നതിനായി ഭഗവാന്റെ അംശാവതാരമാണ് താനെന്ന് ഋഷഭദേവന് അറിയാമായിരുന്നുവെങ്കിലും മാനവ സമുദായത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വെറും ഒരു സാധാരണക്കാരനെ പോലെ തന്നെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായി എല്ലാവർക്കും ജ്ഞാനോപദേശങ്ങൾ ചെയ്തുകൊണ്ട് പ്രജാപരിപാലനം ചെയ്തു പോന്നു. ഋഷഭൻ്റെയും ജയന്തിയുടെയും മൂത്തപുത്രനാണ് ഭരതൻ. ഭരതൻ വയസ്സുകൊണ്ട് മാത്രമല്ല വിദ്യാഭ്യാസത്തിലും ബുദ്ധിസാമർഥ്യത്തിലും മറ്റെല്ലാത്തിലും ഉയർന്ന തലത്തിൽ തന്നെയായിരുന്നു. ഈ ഭരതൻ്റെ ഭരണവൈഭവം മൂലമാണ് നമ്മുടെ നാടിന് ഭാരതനാട് എന്ന ഭാരതഭൂമിക്ക് പേർ ലഭിച്ചത്. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹൻ ആത്മരദാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. ശ്ലോകം 7. നവാഭവൻ യോഗി വരാനവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈഗാത്വശീതിസ്തവ ശേഷപുത്രാം തപോബലാദ് ഭൂസുരഭൂയമീയു. പദം പിരിക്കാം. നവ
അഭവൻ യോഗിവരാഹ നവ അന്യേ തു അപാലയൻ ഭാരതവർഷ ഖണ്ഡാൻ സൈകാ തു അശീതിഃ തവ ശേഷപുത്രാഃ തപോബലാത് ഭൂസുര ഭൂയം ഇയുഃ. നവ യോഗിവരാഹ അഭവൻ അന്യേ നവ തു ഭാരതവർഷഖണ്ഡാൻ അപാലയൻ. നവയോഗിവരാഹ അഭവൻ. 9 പുത്രന്മാർ യോഗി ശ്രേഷ്ഠന്മാരായി. അന്യ നവാതു ഭാരതവർഷഖണ്ഡാൻ. മറ്റ് 9 പേരാകട്ടെ ഭാരതവർഷത്തിൻ്റെ ഭാഗങ്ങളെ അപാലയൻ പരിപാലിച്ചു. സൈക അശീതിഃ തവ ശേഷപുത്രാഃ തു. നിന്തിരുവടിയുടെ ബാക്കി 81 പുത്രന്മാരാകട്ടെ തപോബലാത് ഭൂസുര ഭൂയം ഇയുഃ. തപോശക്തി കൊണ്ട് ബ്രാഹ്മണ്യം പ്രാപിച്ചു. അവരിൽ 9 പേർ യോഗി ശ്രേഷ്ഠന്മാരായി തീർന്നു. വേറെ 9 പേർ ഭാരതവർഷത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ, അതായത് കുശാവർത്തം, ഇളാവർത്തം, ബ്രഹ്മാവർത്തം, മലയകേതുവർഷം, ഭാദ്രാസനവർഷം, വിദർഭം, കീഘടം മുതലായ ഖണ്ഡങ്ങളെ പരിപാലിച്ചു പോന്നു. നിന്തിരുവടിയുടെ ശേഷിച്ച 81 പുത്രന്മാർ തപോബലത്താൽ ബ്രാഹ്മണരായി തീർന്നു. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈഗാത്വശീതിസ്തവ ശേഷപുത്രാം തപോബലാത് ഭൂസുരഭൂയമീയു. ശ്ലോകം 8. ഉക്ത്വാ സുദേഭ്യോऽധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗതഃ പാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്തപിശാചചര്യാം. പദം പിരിക്കാം. ഉക്ത്വാ സുതേഭ്യഃ അധ മുനീന്ദ്ര മധ്യേ വിരക്തി ഭക്തി അന്വിത മുക്തി മാർഗം സ്വയം ഗതഃ പാരമഹംസ്യ വൃത്തിം അതാഹ ജഡ ഉന്മത്ത പിശാച ചര്യാം. അധ ത്വം മുനീന്ദ്രമധ്യേ. അനന്തരം അവിടുന്ന് മുനിപുങ്കന്മാരുടെ നടുക്ക് വെച്ച് സുദേഭ്യഃ വിരക്തി ഭക്ത്യാന്വിത മുക്തിമാർഗം ഉക്ത്വാ. പുത്രന്മാർക്ക് വൈരാഗ്യഭക്തി എന്നിവയോടുകൂടിയ മുക്തിമാർഗം ഉപദേശിച്ചു കൊടുത്തിട്ട് സ്വയം പാരമഹംസ്യവൃത്തിം ഗതഃ. താൻ തന്നെ പരമഹംസന്മാരുടെ വൃത്തിയെ സ്വീകരിച്ചിട്ട് ജഡോന്മത്ത പിശാചചര്യാം അതാഹ. ജഡൻ, ഭ്രാന്തൻ, പിശാച് എന്നിവരുടെ പ്രവൃത്തി അനുഷ്ഠിച്ചു. അനന്തരം നിന്തിരുവടി മുനിശ്രേഷ്ഠന്മാരുടെ നടുവിൽ വെച്ച് തൻ്റെ പുത്രന്മാർക്ക് വൈരാഗ്യഭക്തികളോടുകൂടിയ മോക്ഷമാർഗത്തെ ഉപദേശിച്ചു കൊടുത്തിട്ട് തൻ്റെ പരമഹംസന്മാരുടെ ജീവിത രീതിയെ അവലംബിച്ച് മന്ദൻ, ഭ്രാന്തൻ, പിശാച് ഇവരെപ്പോലെ സഞ്ചരിച്ചു. ഭഗവാന്റെ അംശാവതാരമായ ഋഷഭൻ ഒരിക്കൽ പുത്രന്മാരോട് പറഞ്ഞു, മക്കളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അവയിലെ കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ പഠിക്കണം. സുഖഭോഗങ്ങളിൽ മുഴുകി അപൂർവമായി ലഭിച്ച മനുഷ്യജീവിതം പാഴാക്കി കളയരുത്. മറ്റു ജന്തുക്കളെ പോലെ സുഖഭോഗങ്ങൾക്കായി പാവനമായ മനുഷ്യജന്മം പാഴാക്കുന്നത് പാപമാണ് എന്നിങ്ങനെ ഭൗതികവും ആത്മീയവുമായ നാനാതരം ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം ജ്യേഷ്ഠപുത്രനായ ഭരതനെ രാജ്യഭാരം ഏൽപ്പിച്ച് തീർത്ഥാടനത്തിന് പോയി. ഉക്ത്വാ സുദേഭ്യോऽധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം
സ്വയം ഗതഃ പാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്തപിശാചചര്യാം. ശ്ലോകം 9. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിചചാര കൃത്സ്നാം മഹീമഹീനാത്മരസാഭിലീന. പദം പിരിക്കാം. പരാത്മഭൂതഃ അപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനഃ വിചചാര കൃത്സ്നാം മഹീം അഹീന ആത്മരസ അഭിലീനഃ. ഭവാൻ പരാത്മഭൂതഃ അപി പരോപദേശം കുർവൻ. അവിടുന്ന് ബ്രഹ്മഭാവം പ്രാപിച്ചിട്ടും അന്യർക്ക് ബ്രഹ്മോപദേശം കൊടുത്ത് സർവനിരസ്യമാനഃ വികാരഹീനഃ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി രാഗദ്വേഷാദി വികാരമന്യേ അഹീനാത്മരസാഭിലീനഃ തികഞ്ഞ ആത്മാനന്ദത്തിൽ മുഴുകിയവനായി കൃഷ്ണാം മഹീം വിചചാര ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. നിന്തിരുവടി പരമാത്മസ്വരൂപനായി തീർന്നുവെങ്കിലും അന്യന്മാർക്ക് മോക്ഷമാർഗത്തെ ഉപദേശിച്ചുകൊണ്ടും എല്ലാവരാലും നിരസിക്കപ്പെട്ടും രാഗദ്വേഷ സുഖാദികൾ കൂടാതെയും, അതായത് അവധൂതനായും പരമാനന്ദരസത്തിൽ ലയിച്ച് എല്ലായിടത്തും സഞ്ചരിച്ചു. വനാന്തരങ്ങളിലും ഋഷികളുടെ ആശ്രമങ്ങളിലും പുണ്യക്ഷേത്രങ്ങളിലും അലഞ്ഞുതിരിഞ്ഞ് പല സ്ഥലത്തും വെച്ച് പ്രാകൃത ജനങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ ചെന്ന് ഭ്രാന്തൻ, മിണ്ടാപ്രാണി, പൊട്ടൻ എന്നൊക്കെ പരിഹസിച്ചും ഉപദ്രവിച്ചും മർദ്ദിച്ചും ശകാരിച്ചും കൊണ്ടിരുന്നു. എല്ലാം സഹിച്ചുകൊണ്ട് ക്ഷീണിച്ച് ശ്വാസം മാത്രം കഴിച്ച് ജീവിച്ചു. അങ്ങനെ നാനാതരം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് സുഖഭോഗങ്ങളെ അവഗണിച്ചും ദേഹത്തെ തന്നെ വിസ്മരിച്ചും ഏറെക്കാലം ചുറ്റി നടന്ന് അവസാനം ഒരു കാട്ടുതീയിലകപ്പെട്ട് ഋഷഭൻ്റെ നശ്വരമായ ദേഹം വെന്ത് വെണ്ണീറായി. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിചചാര കൃത്സ്നാം മഹീമഹീനാത്മരസാഭിലീന. ശ്ലോകം 10. ഋഷഭദേവൻ്റെ ജീവമുക്താവസ്ഥയാണ് ഇതിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. ശയൂവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗകുടകാചലേ ത്വം താപാൻ മമാപാകുരുവാദനാഥ. പദം ഭരിക്കാം. ശയു, വൃതം, ഗോ, മൃഗ, കാക, ചര്യാം, ചിരം, ചരൻ, ആപ്യ, പരം, സ്വരൂപം, ധവ, ആഹൃത, അംഗഃ, കുടകാചലേ, ത്വം, താപാൻ, മമ, അപാകുരു വാദനാഥ. ശയുവ്രതം ഗോമൃഗ കാകചര്യാം ചിരം ചരൻ. പെരുമ്പാമ്പിനെ പോലെ കിടക്കുക എന്ന വ്രതം. ഗോമൃഗ കാകചര്യാം പശുക്കൾ, മാനുകൾ, കാക്കകൾ ഇവയുടെ ജീവിത രീതി. ചിരം, ചരൻ എന്നിവയെ വളരെ കാലം അനുഷ്ഠിച്ചിട്ട് പരം സ്വരൂപം ആപ്യ കുടകാചലേ ദവാഹൃദാംഗഃ അഭൂത്. പരം സ്വരൂപം ആപ്യ പരബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് ദവാഹൃദാംഗഃ അഭൂത് കുടകാദ്രിയിൽ വെച്ച് അവിടുന്ന് കാട്ടുതീയിൽ ശരീരത്തെ ദഹിപ്പിച്ചു. വാതനാഥ ത്വം മമ താപാൻ അപാകുരു.
അപ്രകാരമുള്ള ശ്രീ ഗുരുവായൂരപ്പ അവിടുന്ന് എൻ്റെ ദുഃഖങ്ങളെ അകറ്റിത്തരയണമേ. വളരെ കാലം അജകരവ്രതവും, അതായത് ഒരിടത്ത് തന്നെ കിടന്ന് ദൈവഗത്യ വന്നു ചേരുന്ന ആഹാരം കൊണ്ട് ജീവസന്ധാരണം ചെയ്യുകയായിരുന്നു അജകരത്തിൻ്റെ, അതായത് പെരുമ്പാമ്പിൻ്റെ നിയമം. ആ നിയമവും പശു, മാൻ, കാക്ക ഇവയുടെ ജീവിത രീതിയും, അതായത് തോന്നുമ്പോഴെല്ലാം തോന്നുന്നിടത്ത് നടക്കുക, ഭക്ഷണ സാധനങ്ങളിൽ നിയമമില്ലാതിരിക്കുക, ശുദ്ധി അശുദ്ധി വിധി നിഷേധം മുതലായ ആചരിക്കാതിരിക്കുക, ഇവയും സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിച്ച് പരബ്രഹ്മസ്വരൂപനായി തീർന്നിട്ട് ഒടുവിൽ കുടക് മലയിൽ വെച്ച് കാട്ടുതീയിൽ ശരീരത്തെ ദഹിപ്പിച്ച നിന്തിരുവടി, അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ സങ്കടങ്ങളെ അകറ്റേണമേ. ഭാഗവതത്തിൽ പരീക്ഷിത്ത് രാജാവ് ശുഖനോട് ഈ ഋഷഭൻ്റെ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഗുരു, ഇതെന്തൊരാശ്ചര്യമാണ്. ജീവൻ മുക്തനായ ഋഷഭദേവന് ഇത്രയും കായക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നല്ലോ. ശ്രീ ശുഖൻ മറുപടി പറഞ്ഞു, സുഖവും ദുഃഖവും നശ്വരമായ ദേഹത്തിനു മാത്രമേയുള്ളൂ. അതിനകത്ത് കുടികൊള്ളുന്ന പരമാത്മാവിന് ഒന്നും അറിയുന്നില്ല. ആ പരമാത്മാവ് താൻ തന്നെയാണെന്ന് അറിയുന്നവനാണ് ആത്മാരാമൻ, അതായത് ജീവൻ മുക്തൻ. മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ നാനാതരം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം സ്വയം ഇങ്ങനെ കായക്ലേശം അനുഭവിച്ചത്. ശയൂവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേ ത്വം താപാൻ മമാപാകുരുവാദനാഥ. ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തിൽ 7-ാം അധ്യായം മുതൽ 15 അധ്യായങ്ങളെ കൊണ്ട് ജഡഭരത ചരിത്രം അതിവിശിഷ്ടമായി വർണ്ണിച്ചിട്ടുണ്ട്. നാരായണീയ പാരായണം ദശകം 20. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് അഗ്നിധ്വരാജാദുദിതോ ഹിനാഭി ത്വാം ദൃഷ്ടവാനിഷ്ടദമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞഃ സ്വതുല്യം സുതമർത്ഥ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. നാഭിപ്രിയായാമധമേരുദേവ്യാം ത്വമംശദോ ഭൂർഹൃഷഭാഭിധാന അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദ ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യാം തപോവനം പ്രാപ്യ ഭവത്നിഷേവി ഗതഃ കിലാനന്ദപദം പദം തേ ഇന്ദ്രസ്ത്വദുൽകർഷകൃതാദമർഷാത് വവർഷനാസ്മിന്ന ജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യദധാസു വർഷം ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹൻ ആത്മരദാശയോബി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മ നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈഗാത്വശീതിസ്തവ ശേഷപുത്രാം തപോബലാദ് ഭൂസുരഭൂയമീയു ഉക്ത്വാ സുദേഭ്യോऽധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം
സ്വയം ഗതഃ പാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്തപിശാചചര്യാം പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനാ വികാരഹീനോ വിചചാര കൃത്സ്നാം മഹീമഹീനാത്മരസാഭിലീനാ ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേ ത്വം താപാൻ മമാപാകുരുവാദനാഥ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.